മക്കളെ, തിയറി പേപ്പേഴ്സ് പഠിക്കുക എന്ന് പറയുന്നത് പലർക്കും അത്ര ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, തിയറി പേപ്പേഴ്സ് ഒട്ടും എൻഗേജിങ് അല്ല. നിങ്ങളിപ്പോൾ ഒരു പ്രോബ്ലം പേപ്പർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രോബ്ലം നിങ്ങൾ ചിലപ്പോൾ ഒരു ഉറക്കം തൂങ്ങിയൊരു ലെവലിലൊക്കെയാണ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ പ്രോബ്ലം ചെയ്ത് നിങ്ങൾ ഭയങ്കര എൻഗേജിങ് ആവാൻ തുടങ്ങും. നിങ്ങൾക്ക് അത്ര മടി തോന്നാത്ത രീതിയിലേക്ക് പ്രോബ്ലം പേപ്പേഴ്സ് നിങ്ങളെ കൊണ്ട് എത്തിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ആ ഒരു ലെവലിലേക്ക് മാറ്റിയെടുക്കും അല്ലേ. പക്ഷെ തിയറി പേപ്പേഴ്സ് അങ്ങനെ അധികം ചെയ്യാറില്ല. കാരണം തിയറി പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ വീണ്ടും വായിച്ച് അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് എല്ലാവരുടെ മനസ്സിലും കിടക്കുന്നതുകൊണ്ട് തന്നെ തിയറി പേപ്പേഴ്സ് പഠിക്കാനൊന്നും അത്ര ഇഷ്ടം ഉണ്ടാവില്ല. ഉറക്കം തൂങ്ങിയ സബ്ജക്റ്റ് എന്നാണ് പൊതുവെ തിയറി പേപ്പേഴ്സിന് എല്ലാവരുടെ മനസ്സിലുള്ളത് അല്ലേ. പക്ഷെ ഈ ഒരു കാര്യത്തെ നിങ്ങൾക്ക് മറികടക്കാൻ ഒരുപാട് വഴികളുണ്ട്. ഈ ഒരു ആവർത്തന വിരസത വരാതെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരുപാട് ടിപ്സ് ഉണ്ട്. അപ്പോൾ അതിലെ ഒരു 3 ടിപ്സാണ് മിസ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. കാരണം നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് തിയറി പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ, മടുപ്പില്ലാതെ, ഇഷ്ടത്തോടു കൂടി അല്ലെ ഈസി ആയിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് പോലുള്ള തിയറി പേപ്പേഴ്സ് പഠിച്ചെടുക്കുക എന്നുള്ളത് മിസ്സിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി മിസ് പറയാൻ പോകുന്ന വെറും 3 ടിപ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുന്ന സമയത്ത് ഒന്ന് നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഈ ഐഡിയാസൊക്കെ നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി നോക്കുക. വെറും 3 അല്ല, ഇഷ്ടം പോലെ ടിപ്സ് ഉണ്ട്. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ മിസ് വെറും 3 ടിപ്സാണ് തരാൻ വേണ്ടി പോകുന്നത്. ബാക്കിയുള്ള ടിപ്സുകളൊക്കെ ഇനി വേറെ വീഡിയോസിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഫ്ലാഷ് കാർഡ് മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഫ്ലാഷ് കാർഡ് എന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. ഞാൻ തന്നെ ഒരുപാട് തവണ ഫ്ലാഷ് കാർഡ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്നത് നമ്മളൊരു പേപ്പറിനെ ഒരു കാർഡിൻ്റെ സൈസിൽ വെട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതുക, അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ അതിൻ്റെ ആൻസർ എഴുതുക എന്നുള്ളതാണ് ഫ്ലാഷ് കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് എല്ലായിട്ട് തിയറി പേപ്പർ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാഷ് കാർഡുകൾ ഒപ്പം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഫ്ലാഷ് കാർഡുകൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഫ്ലാഷ് കാർഡുകൾ ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ജസ്റ്റ് നിങ്ങളുടെ ഒരു അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയിട്ട് നിങ്ങളൊരു ബോക്സിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് ഇരിക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഏരിയയിൽ ഒരു റിവിഷനാണ് നടത്തുന്നത്. ഓക്കെ, ഒരു ചെറിയ രീതിയിൽ ഒരു റിവിഷനാണ് നിങ്ങൾ നടത്തുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ ആൻസർ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളെ നിങ്ങൾക്ക് ഈസി ആയിട്ട്, വലിയ ബുദ്ധിമുട്ടില്ലാതെ, അനായാസമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് റീകോൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ പഠിക്കുന്നവർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ ഇതൊന്ന് ചെറിയൊരു ബോക്സിൽ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അല്ലെങ്കിൽ ടി വി കാണുക, അല്ലെങ്കിൽ എവിടെ ഇരിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഈ ബോക്സിൽ നിന്ന് ഈ കാർഡ് എടുത്ത് നോക്കുന്നു, വായിക്കുന്നു. ഈസി ആയിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുക എന്നല്ലാത്തൊരു സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളുടെ ഇടയിലൂടെ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ റെക്കലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് ഒരു ഫാക്റ്റ്. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് സമ്മറി നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പഠിച്ച് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ അതിനെ ചെറുതായിട്ടൊന്ന് സമ്മറൈസ് ചെയ്യുക. എന്താണ് ഇതിൽ പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കിത് വായിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളുടെ ലാംഗ്വേജിൽ, അതായത് ഒന്നെങ്കിൽ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം ഇംഗ്ലീഷ്, നിങ്ങൾക്ക് എങ്ങനെയാണോ എഴുതിയത് നിങ്ങൾക്കത് വായിച്ചാൽ മനസ്സിലാവണം. അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എന്ത് രീതിയിലാണോ കൺവേ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ഒരു കഥ പോലെയോ അല്ലെങ്കിൽ എന്ത് രീതിയിലും നിങ്ങൾക്ക് പിന്നീട് വായിച്ചാൽ മനസ്സിലാവുന്ന നിങ്ങളുടെ ലാംഗ്വേജിനെ, ആ കൺസെപ്റ്റിനെ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് നിങ്ങൾ ആ ബുക്സിൻ്റെ കൂടെ ഒന്ന് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് നിങ്ങൾ ആ ചാപ്റ്റർ എടുക്കുന്ന ടൈമിലൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കോൺസെപ്റ്റ് എന്താണ് നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതിയത് കൊണ്ട് തന്നെ നിങ്ങൾക്കത് ഈസി ആയിട്ട് റീകോൾ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ മൈൻഡിന് അത് ഈസി ആയിട്ട് അത് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതൊരു ഫാക്റ്റ്, ഒരു സൈക്കോളജിക്കൽ ഫാക്റ്റാണ്. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റിക്കി നോട്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, അപ്പോൾ ഒരു പേജ് പഠിച്ചു അല്ലെങ്കിൽ ഒരു ഏരിയ പഠിച്ചു, കവറായി കംപ്ലീറ്റ് ആയെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യത്തെ അതിലെ ഏറ്റവും കീ വേർഡ്സ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കോഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾ സ്റ്റിക്കി നോട്ട്സിൽ എഴുതിയിട്ട് നിങ്ങൾ ആ പേപ്പറിൽ, ആ പേജിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിലൊക്കെ നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലത്ത് അത് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയാവുന്ന സമയത്ത് നിങ്ങൾ ആ ബുക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റ്, ആ ചാപ്റ്റർ വായിക്കാതെ അല്ലെങ്കിൽ ഒരു പേജ് വായിക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം വായിക്കുക ആ സ്റ്റിക്കി നോട്ട്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വായിക്കുന്ന സമയത്ത് നിങ്ങൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി എന്ന് വിചാരിക്കുക. എന്നിട്ട് ആ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജ് ഉണ്ടല്ലോ, ഫ്രണ്ട് പേജ്, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റിക്കി നോട്ട്സിൽ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണുള്ളത്,
അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഏതൊക്കെ കോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഏതൊക്കെ ഏരിയാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ആ ചാപ്റ്ററിലെ കീവേഡ്സ് ഒക്കെ നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ട്സിൽ എഴുതി വെക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അതും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നീട് നിങ്ങൾ ആ ചാപ്റ്റർ ജസ്റ്റ് മറക്കുന്ന സമയത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ സ്റ്റിക്കി നോട്ട്സിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണോ ഉള്ളതെന്ന് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഓക്കെ, ഇതും നിങ്ങളൊരു ഹിൻഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മൈൻഡിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും ഓരോ ഹിൻഡുകൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഹിൻഡുകളെ കണക്ട് ചെയ്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരും എന്നുള്ളതാണ് ഒരു സൈക്കോളജിക്കൽ ഫാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നല്ല, ഇതുപോലെ ഒരുപാട് ടിപ്സുകളുണ്ട്. അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞു തന്നാൽ നിങ്ങൾ ഒരിക്കലും അതെടുക്കില്ല. അതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞ് ടിപ്സായിട്ട്, അത് നിങ്ങളുടെ മൈൻഡിൻ്റെ ഒരു നമ്മളൊക്കെ മൈൻഡ് അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞു ടിപ്സായിട്ട് തരുന്നത്. അപ്പോൾ ഈ 3 ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതെന്ത് ചെയ്യുക, കമൻസിൽ പറയാം. ഇനി ഇതുപോലുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. വീഡിയോസിലൂടെ ഇനിയും നിങ്ങളെ പഠനം എളുപ്പമാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ കമൻസിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ബൈ.